സംഭവേ ഞാനിങ്ങനെ ഇവിടെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ റൈറ്റേഴ്സ് ബ്ലോക്ക് വന്ന്. ചേച്ചിയൊക്കെ ഒരു എഴുത്തുകാരിയാണോ ചേച്ചി? ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം അറിഞ്ഞൂടി? ആ സംഭവം എന്താന്നൊക്കെയാ, പക്ഷെ ഇന്നേരം എനിക്കതൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ. അതിന് എഴുത്തുകാരിയാവണം, എന്നാലും എഴുത്തുകാർക്ക് പറഞ്ഞ അസുഖം. കാര്യം പറയടാ. അങ്ങനെ എനിക്ക് പെട്ടെന്ന് റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് അമ്മായി എടുത്ത് എന്നിട്ട് പൈസ ഞാൻ കൊണ്ടിടാന്ന് പറഞ്ഞത് CDM-ല്. അങ്ങനെയാണല്ലോ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ പോയത്. അപ്പൊ അങ്ങനെ ഞാൻ പൈസ അവിടെ കൊണ്ട് ഇട്ട് CDM-ല്. പക്ഷെ അമ്മായി തന്ന അക്കൗണ്ടിൽ അത് കയറിയില്ല. അതേപോലെ തന്നെ എനിക്ക് തിരിച്ചത് പൈസ എടുക്കാനും പറ്റിയില്ല. CDM-നകത്ത് ജാമായി പോയി. അല്ലപ്പാ കാശ് പോയാ? കാശ് എങ്ങോട്ടും പോയില്ല, പക്ഷെ CDM-നകത്ത് പോയി. അല്ലപ്പാ ഈ പൈസ ഇനി അമ്മായിക്ക് എങ്ങനെ കൊടുക്കും? അതിന് ഞാൻ എങ്ങനെയെങ്കിലും CDM കുത്തി തുറന്നാലും എടുത്ത് കൊടുത്തോളാം ചേച്ചി. അത് അമ്മായി അടുത്ത് പറയരുത്. അപ്പൊ നീ ഇതൊരു അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ? നീ പോയിട്ട് വന്നാ? പയ്യനെ ഒരബദ്ധം പറ്റി, പറയടാ. എന്താ? ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി അമ്മായി. എനിക്ക് CDM ഇടാൻ വേണ്ടി പൈസ അങ്ങനെ തന്നപ്പോ ഞാൻ അങ്ങനെ ചാടി കയറി എടുത്തോണ്ട് പോയി അങ്ങനെ കൊണ്ടുപോയിട്ടല്ലോ CDM-ല്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് പൈസ ഇട്ട്, പക്ഷെ അമ്മായി തന്ന അക്കൗണ്ടിലോട്ട് ആ പൈസ പോയില്ല. അതേപോലെ തന്നെ ആ പൈസ എനിക്ക് തിരിച്ചെടുക്കാനും പറ്റിയില്ല, അതിനകത്ത് സ്റ്റക്കായി പോയി. ഓ അത്രേ ഉള്ളൂ. എന്തോന്ന് പറഞ്ഞ? പൈസ അതിനകത്ത് സ്റ്റക്കായി പോയി CDM-ല്. എന്റെ പൈസ പോയാ? പോയില്ല, അതിനകത്തുണ്ട്. ആ ബാങ്കുകാര് എങ്ങനെങ്കിലും എടുത്തു തരുമെന്നാണ് ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. അയ്യോ ഇനി ഞാൻ എന്തോന്ന് ചെയ്യും എന്റെ കേശു? എന്തോന്ന് ചെയ്യാൻ ഒരു കാര്യം ചെയ്യും, ഒരു 3000 രൂപ ഞാൻ കൊണ്ടുപോയിട്ടാ. ഇനിയിപ്പോ എടാ എന്റെ ആകപ്പാട് 3000 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് നിന്റെ തന്നേച്ച്. ഞാൻ ഇന്ന് രാധികയ്ക്ക് പൈസ കൊടുക്കാന്നും പറഞ്ഞു പോയി. ചേട്ടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഞാൻ ഇനിയിപ്പോ കുത്തി തുറന്നെടുത്തോണ്ട് വരാൻ പറ്റുമോ? എന്നിട്ട് വേണം അമ്മാറ്റിനെ റോബറി എന്ന് പറഞ്ഞു പിടിച്ചാത്തലായി. എടാ നീ അല്ലടാ കുറച്ച് മുന്നേ പറഞ്ഞത് അമ്മായിക്ക് കുത്തി തുറന്നിട്ടാണെങ്കിലും പൈസ എടുത്ത് കൊടുക്കൂന്ന്. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അമ്മായി കുറച്ച് മുന്നേ പറഞ്ഞുള്ളൂ എന്റെ ചേച്ചിക്ക് ചേച്ചി ബോധമില്ലേ? ചെവിത്തലൊന്നും കേൾക്കൂലേ? എന്റെ പൈസ 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 ബാങ്കിൽ ചെല്ലുക, എന്നിട്ട് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. എഴുതി കുത്തി കൊടുക്കുമ്പോ അവര് പിന്നെ മെഷീനകത്തൊന്നും. എന്റെ അനിയനായത് കൊണ്ടല്ല, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. പൈസ എന്തിയാടാ? എന്തോ പോലീസ് സ്റ്റേഷനാ? നോക്ക് നോക്ക്, ഫോണ് കണ്ടാ കണ്ടാ? ഇല്ലല്ലേ, ഇഷ്ടം തന്നെയല്ലേ. CDM മെഷീനകത്തുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ആരാന്ന് വെച്ചാ പോയി കുത്തി തുറന്നിട്ട് ചെല്ലി പൈസ. ചേച്ചി പിന്നെ എന്റെ ജാക്കറ്റ് എവിടെ വെച്ചേക്കണേ? ജാക്കറ്റ് എന്തിനാ? അത് ഞാൻ ഇപ്പം നമ്മുടെ CDM വരെ പോയില്ലേ, അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പായിരുന്നല്ലേ, പെട്ടെന്ന് ജാക്കറ്റിന്റെ കാര്യം ഓർമ്മ വന്നു. ചുമ്മാ വെച്ച് കുഴപ്പമില്ല, ഞാൻ തപ്പിയെടുത്തു. പൈസ അത് പോട്ടെ അമ്മായി, ഇവനെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉറപ്പാ. അല്ലെങ്കിൽ ഈ കാശ് അവൻ മുക്കി കാണും. കേശു അങ്ങനെ ചെയ്യോ? എൻ്റെ അനിയനായത് കൊണ്ട് പറയുമല്ല, അവൻ ചെയ്യും. അല്ല എന്തിനാ അവൻ എത്ര പൈസ? മറ്റേ അവാർഡിന്റെ വല്ല ആവശ്യത്തിനായിരിക്കും. അതിന് 3000 രൂപ വേണോ? 3000 രൂപയുടെ ആവശ്യമൊന്നുമില്ല, എഴുതിയിട്ട് അങ്ങ് അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്താൽ പോരെ. എന്തായാലും അവൻ കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുറപ്പാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.